പിന്നെ ഇപ്പോ അഭിലാഷങ്ങളിൽ നിന്നും പൊട്ടിമുളയ്ക്കുന്ന പിന്നെ അസംതൃപ്തികൾ, പിന്നെ കൂടിയ നിരാശ, അതെല്ലാം ഇന്നലെ ഗുരുജി ഡീൽ ചെയ്തു. പക്ഷെ ഇന്ന് അതിന്റെ വേറെ ഒരു ഡെവലപ്മെന്റ് അതിനെ കുറിച്ചാണ് പറയുന്നത്. ഈ പിന്നെ തൃപ്തിയില്ലായ്മ പലർക്കും ഉള്ളത്, അതിന്റെ റൂട്ട് കോസ് എന്താണ്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു സാധകനെ ആ ഒരു സ്വഭാവം ലാസ്റ്റ് വരെ പിന്നെ ബോധപ്രാപ്തത്തിന് ശേഷവും ആ സ്വഭാവം അതുണ്ടെങ്കിൽ, അങ്ങനെ ഒരു മനസ്സിന്റെ അംശം ഉണ്ടെങ്കിൽ, അഹംബോധം തല പൊക്കി വന്നാൽ അവിടെ ഉണ്ടാവുന്ന പ്രശ്നം പിന്നെ എന്താണെന്ന് പറഞ്ഞാൽ, ശരിക്ക് നമ്മൾ അവിടെ അങ്ങനെ വന്നാൽ നിരീക്ഷകൻ ഇല്ല എന്നുള്ള അർത്ഥം ഉള്ള കാര്യം നമ്മൾ അറിയില്ല. അതെങ്ങനെ ടെസ്റ്റ് ചെയ്യണം എന്ന് ഗുരുജി ഈ പ്രാവശ്യം പറയുന്നുണ്ട്. നമുക്ക് കിട്ടിയ ഈ വൃത്തത്തിലെ ശൂന്യതയിൽ നിന്നും കിട്ടിയ ഏറ്റവും വിലപ്പെട്ട ഒരു ഇൻഫർമേഷൻ, എങ്ങനെയാണ് നമ്മള് പിന്നെ നിരീക്ഷണം എങ്ങനെ ചെയ്ത് നിരീക്ഷകനെ ഡെവലപ്പ് ചെയ്യാമെന്നുള്ള കാര്യവും, പിന്നെ രണ്ടാമത് ഈ ഒരു കാര്യം, നമ്മൾ അങ്ങോട്ട് ആ ധാരയിൽ അങ്ങോട്ട് പോകുമ്പോൾ, ഫൈനൽ അങ്ങോട്ട് പോകുമ്പോൾ അവിടെ വീഴ്ച വരാതിരിക്കാൻ നമുക്ക് തന്നെ ടെസ്റ്റ് ചെയ്യാം, നമ്മളെ തന്നെ ടെസ്റ്റ് ചെയ്യാം, നിരീക്ഷകൻ ഉണ്ടോ ഇല്ലയോ എന്ന്. അതൊരു വലിയൊരു വാല്യുബിൾ ഇൻഫർമേഷൻ തന്നെയാണ് നമുക്ക് കിട്ടുന്ന ഗൈഡൻസ് ഗുരുവിൽ നിന്നും. അപ്പോ അതിന്റെ തുടക്കം നമ്മുടെ ഗുരുജി പറയുന്നുണ്ട്, പലർക്കും ഈ പിന്നെന്താണ്, ഭൂരിപക്ഷവും ആളുകൾക്ക് പിന്നെ കാണുന്നതാണ് ഈ തൃപ്തരല്ലാത്തത്. ഈ മെജോറിറ്റി ആളുകൾക്കും നമ്മൾ ശ്രദ്ധിച്ചാൽ അവരുടെ പിന്നെ അസംതൃപ്തിയുടെ കാര്യം, ഒരു കാര്യം തെളിയും. പിന്നെ ഏതൊരു ഒരാൾക്ക് ഏതെങ്കിലും ഒന്നില് ഒരാൾക്ക് അസംതൃപ്തി ഉണ്ടാകാം. അതേ കാര്യം തന്നെ മറ്റേ ഒരാൾക്ക് ഫേവറബിൾ ആയിരിക്കാം, പക്ഷെ വേറെ ഏതോ ഒരു കാര്യത്തിലായിരിക്കാം അസംതൃപ്തി ഉണ്ടാവുന്നത്. അങ്ങനെ ഓരോരോ വ്യക്തികളെ എടുക്കുമ്പം അതിന് മുമ്പേ പറഞ്ഞ വ്യക്തിയുടെ എല്ലാം ഫേവറബിൾ കണ്ടീഷൻ ആൾക്കുണ്ടാവും, പക്ഷെ അസംതൃപ്തി പിന്നെയും അവന് വേറെ ഏതെങ്കിലും ഒരു വിഷയത്തിലായിരിക്കും ഉണ്ടാവുന്നത്. അപ്പോ ഈ ഭൂരിപക്ഷം ആളുകൾ ഇങ്ങനാണെങ്കിൽ പിന്നെ കാരണങ്ങൾ പലതാണ്. അസംതൃപ്തി വരുത്തുന്നത്, തൃപ്തരാകാതിരിക്കുന്നത് ഈസ് ബിക്കോസ് ഓഫ് വേരിയസ് റീസൺ. അപ്പം റീസൺസ് മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, കാരണം മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, ഒരു ഫാക്ട് കോമൺ ആയിട്ട് ഇവരിൽ എല്ലാം ഉള്ളത്, നമ്മളിലും ഉള്ളതാ, നമുക്കും ഉണ്ടങ്ങനെ. അവരുടെ തൃപ്തിയില്ലായ്മയുടെ മുഖ്യ കാരണം ആ മനസ്സാണ്. അവരുടെ മനസ്സ് പിന്നെ നോക്കി കാണാന് നിരീക്ഷകൻ ഇല്ലാതെ പോയത് കൊണ്ടാണ് അവരിൽ ഉള്ള ആ തൃപ്തിക്കുറവ് വരുന്നത്. പിന്നെ അത് ബോധ്യപ്പെട്ടിട്ടില്ല. അപ്പോ അങ്ങനെ വരുമ്പോൾ പിന്നെ ബോധ്യപ്പെടാതെ പോയതിന്റെ ഭവിഷ്യത്താണ് പിന്നെ അവന്റെ ആ അഹംബോധത്തിൽ നിന്ന് ആ മനസ്സ് കാമത്തിൽ നിന്നും ഉണ്ടായ പല വികാരങ്ങളുണ്ടായി. അതില് നമ്മൾ ഗീതയ്ക്കകത്ത് പറയുന്നുണ്ട്. അത് ഇന്നലത്തെയും ആ ടോക്കിനും ഈ ഗീതയ്ക്കകത്തെ സെക്കൻഡ് അധ്യായത്തില്, രണ്ടാമത്തെ അധ്യായത്തില് 62ാമത്തെ ശ്ലോകം ഇങ്ങനെ പറയുന്നത്: ധ്യായതോ വിഷായന പുംസ സംഗസ്തേഷുപജായത്തെ സംഗാത് സംജായത്തെ കാമം കാമാത് ക്രോധ അഭിജായത്തെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ധ്യായത്തോ വിഷായൻ. അപ്പൊ വിഷയങ്ങളെ കുറിച്ച്, പിന്നെ ഇന്ദ്രിയ വിഷയങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പുംസ ഒരു മനുഷ്യന് സംഘം ആസക്തി തോന്നും, പിന്നെ ഉണ്ടാവുന്നു. എന്നിട്ട് പിന്നെ എന്താ സംഭവിക്കുന്നത്? ആ ആസക്തി ഉണ്ടാവുമ്പോ, സംഘം ഉണ്ടാവുമ്പോൾ, അപ്പൊ സംഘത്തിൽ നിന്നും എന്തോ ഉണ്ടാവുന്നു? സംഗാത് സംജായത്തെ കാമഹ. ആ സംഘത്തിൽ നിന്നും പിന്നെ ആഗ്രഹങ്ങൾ വരുന്നു, ഒട്ടൽ നിമിത്തം ആഗ്രഹങ്ങൾ വരുന്നു. പിന്നെ കാമാത് ക്രോധോ അഭിജായത്തെ,
പിന്നെ കാമത്തിൽ നിന്നും പിന്നെ ഉണ്ടാകുന്നത് ക്രോധമാണ്. അങ്ങനെ ഈ ഷഡ്വൈരികൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. കാമക്രോധ പിന്നെ ലോഭം, അങ്ങനെ മോഹം, അങ്ങനത്തെ മതമാത്സര്യം, ഇങ്ങനത്തെ കാര്യങ്ങൾ അങ്ങനെ ഡെവലപ്പ് ചെയ്തു വരും. അപ്പോ ഈ രീതിയിലാണ് ഇവിടെ നമുക്കിങ്ങനെ ഉണ്ടായി കഴിഞ്ഞിട്ട് ആ ലെവലിലോട്ട് വന്ന് അതങ്ങനെ കൂടിക്കൂടി വന്ന് ആ വികാരങ്ങൾ ഉണ്ടായിട്ട് അവനെ അസംതൃപ്തനും അസന്തുഷ്ടനും അശാന്തനുമായി മാറ്റുന്നു. അപ്പോ ഇവിടാണ് നമ്മുടെ ഗുരുക്കന്മാര് ഈ സമൂഹത്തിൽ വന്ന് നാം ഇത്രയും ഈ കാര്യം നടക്കുമ്പോ രണ്ട് സംഭവം ഉണ്ടാവും. ഒരാള് ഡിജക്റ്റഡ് ആയിട്ട് താഴെ പോകാം, ചിലര് ആ ലെവലിൽ നിന്ന് അവരങ്ങ് പിന്നെ അങ്ങ് പോകും. വെരി ഡിജക്റ്റഡ്, അവർക്ക് പൊങ്ങാൻ പറ്റില്ല, അവര് ടോട്ടലി പിന്നെ അങ്ങ് വല്ലാത്ത ഒരു രീതിയിൽ അങ്ങ് താണു പോകും അവര്. പക്ഷെ ചിലരുണ്ട്, അവരെന്ത് ചെയ്യും, പിന്നെ പുറത്തേക്ക് ചാടി പുറത്തോട്ട് പോകും. ഈ കൊമ്പുകുലുക്കി ചാടിപ്പോകുന്നത് പോലെ എനിക്കൊന്നും സംഭവിച്ചില്ല എന്നൊരു മട്ടിൽ, അല്ലെങ്കിൽ മറ്റവരെ കാണിക്കാൻ എനിക്കൊരു കുഴപ്പവും ഇല്ല, ഞാൻ വലിയവനാണെന്നുള്ള രീതിയിൽ ചിലര് പോകും. അപ്പൊ ഇങ്ങനാണെങ്കിൽ ഈ വികാരങ്ങൾ ഇങ്ങനത്തെ ഉള്ളതും പിന്നെ ഇങ്ങനത്തെ അഹംഭാവം എടുത്ത് ഈ ഒരു അവസ്ഥയാണെങ്കിൽ സൊസൈറ്റിയില് ഭൂരിപക്ഷം എന്നാ പറഞ്ഞത് ടോക്കില്, അപ്പൊ ഭൂരിപക്ഷം ആളുകൾ ഇങ്ങനാണെങ്കിൽ സമൂഹത്തെ താളലയത്തിൽ ഒരു സമാധാനക്കേട് ഉണ്ടാവുന്നത് അതുണ്ടാവും. അപ്പൊ അത് ഉണ്ടാകാതിരിക്കാനാണ് ഗുരുക്കന്മാര് നിസ്വാർത്ഥമായിട്ടും കരുണയോടും പിന്നെ നമ്മുടെ ഈ ആത്മവിചാരവും പിന്നെ നിരീക്ഷണവും വളർത്തിയെടുത്ത് പിന്നെ ഈ മനോരോഗത്തിൽ നിന്നൊക്കെ നമ്മളെ മുക്തനാക്കി എടുക്കുന്നത്. അപ്പോ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് ഇപ്പം അങ്ങനെ പോയി ആ രീതിയിൽ ഒരാള് ഉയർന്നു വന്നു എന്ന് വിചാരിച്ചു, സാധകൻ ഡെവലപ്പ് ചെയ്തു വന്നു. പക്ഷെ ഈ ബോധപ്രാപ്തിക്ക് ശേഷവും എല്ലാം സ്മൂത്ത് ആണെന്ന് വിചാരിക്കരുത്, അവിടെയും വീഴ്ച വരാം. സാധകന്റെ അതാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. എന്താണെന്ന് പറഞ്ഞാൽ, സാധകന്റെ എയിം സംതൃപ്തിക്കും അംഗീകാരത്തിനും വേണ്ടി മാത്രമാണെങ്കിൽ എന്നാൽ അവന്റെ മനസ്സ് തെറ്റിദ്ധരിപ്പിക്കാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ അതുകൊണ്ട് കുറെ വർഷങ്ങള് പിന്നെ കഴിഞ്ഞാല് നമ്മുടെ ഉദ്ദേശം, ലക്ഷ്യം, ഈ സാധകന്റെ ലക്ഷ്യം പിന്നെ ആത്മസാക്ഷാത്കാരം അല്ലെങ്കിൽ ഒരു ശരിയായ ധാരണ ഇല്ല. അപ്പൊ അങ്ങനെ വരുമ്പം ആ സാധകന് അങ്ങനത്തെ കേസുകൾ, അതായത് നമ്മൾ പലരും ഇവിടെ വന്നവര് സെൽഫ് റിയലൈസേഷൻ എന്നും പറഞ്ഞ ആത്മസാക്ഷാത്കാരം എന്നും പറഞ്ഞുകൊണ്ടല്ല വന്നത്. സത്യം നമ്മൾ പറയണ്ടേ ഇല്ലേ? നമ്മള് എന്തോ ഒരു വൈഷമ്യമൊക്കെ ഉണ്ടായിരുന്നു ജീവിതത്തിൽ, അതിൽ നിന്ന് മാറി വരാനും പിന്നെ ഇങ്ങനോ ഈ പിന്നെ നമ്മുടെ സൃഷ്ടാവ് തന്നെ ഒരുക്കി തന്ന നമ്മൾ മുൻജന്മത്തിൽ എന്താ കാട്ടി വെച്ചിരിക്കുന്നതെന്ന് അറിയില്ല, ഈ ഗുരുവിനെ കിട്ടി നമ്മൾ ഇങ്ങനെ വരുന്നു. പക്ഷെ നമുക്ക് ആ ഒരു ലക്ഷ്യം അന്ന് ഇല്ലായിരുന്നു. ഇപ്പോഴും എത്ര പേർക്കുണ്ടാവും എന്നും നമുക്ക് അറിയില്ല. അപ്പൊ അതുകൊണ്ട് സാധകന് ഇങ്ങനെ പോകുമ്പം ആ ഒരു എയിം ഇല്ലെങ്കിൽ പിന്നെ അങ്ങനാണെങ്കിൽ ഈ നമ്മളിപ്പോഴും ആ ചെറിയ മനോസുഖങ്ങൾക്ക്, ആ മനോരോഗം ഉള്ളത്, ഈ പറഞ്ഞ കാര്യങ്ങള് തൃപ്തിക്കുറവും ഒക്കെ, അത് ഗീതയ്ക്കകത്ത് അങ്ങനെയാ പറയുന്നത്, മനോരോഗങ്ങളാണെന്നാണ് ഇത് പറയുന്നത്. അപ്പൊ അത് ഉണ്ടെങ്കിൽ, ലേശം ഉണ്ടെങ്കിൽ, നമുക്കെല്ലാവർക്കും ഉണ്ട് അത്. അപ്പോ അങ്ങനെ ഉണ്ടെങ്കിൽ ആ സാധകൻ കുറച്ച് ഉയർന്നു വരുവാണെങ്കിലും അവൻ വളരെ ജാഗരൂകനാകേണ്ടതാണ്. കാരണം അവന് നിരീക്ഷകൻ ഉണ്ടോന്ന് സ്വയം തിരിച്ച് അറിയാൻ സാധിക്കണം, വിലയിരുത്തണം. അവന്റെ ഉള്ളിൽ നിരീക്ഷകൻ ഉണ്ടോ? നിരീക്ഷകന്റെ നേച്ചർ ഒന്നും നമുക്ക് ചൂണ്ടിക്കാട്ടാനൊന്നും പറ്റില്ല, കാരണം അത് സത്യയോട് അടുത്താണ്. അപ്പൊ നമ്മൾ അത് അനുഭവിച്ചിട്ടില്ല. അപ്പൊ ആ കാര്യത്തിലോട്ട് പോകണ്ട. പക്ഷെ നിരീക്ഷകനെ വളർത്തിയെടുക്കാം എന്നുള്ള ഒരു കാര്യം ഗുരുജി നമുക്ക് അതിന് മാർഗം പറഞ്ഞു തന്നിട്ടുണ്ട്. ഡു ഓൾ യുവർ പ്രസന്റ് എല്ലാം നിന്ന് പിന്നെ ഈ നിമിഷത്തിൽ നിന്ന് ചെയ്യുവാണെങ്കിൽ ഒരു പിന്നെ ധ്യാനാത്മക മനസ്സ് വരുവാണെങ്കിൽ, ആ ശരിയായ ധാരണ അങ്ങനത്തെ പറഞ്ഞു തന്നിട്ടുണ്ട് നമുക്ക്, ആ ശരിയായ ധാരണ വരുത്തിയിട്ടുണ്ട്. ധ്യാനാത്മക മനസ്സ് വരുമ്പം നിരീക്ഷകൻ ഡെവലപ്പ് ചെയ്യുന്നു. അപ്പോ അങ്ങനെ നമ്മളപ്പം നോക്കണം, ഇപ്പൊ ഈ നമ്മൾ അങ്ങനെ വളർത്തിയെടുത്തിട്ടുണ്ടോ അല്ല ഇനി ഉണ്ടോ അതും നമുക്കറിയില്ല. പക്ഷെ അത് ടെസ്റ്റ് ചെയ്യാം എന്നാണ് ഗുരുജി ഇതിൽ പറയുന്നത്.
അപ്പൊ അവന്റെ പിന്നെ അതിനെങ്ങനെ മനസ്സിലാക്കുന്നത്, വിലയിരുത്തുന്നത്? അവന്റെ നിലവിലുള്ള അസ്വസ്ഥതകൾ നിന്ന് രക്ഷപ്പെടാൻ ആണ് അവിടെ പിന്നെ സംഭവിച്ചതെന്ന് അറിഞ്ഞാൽ, അതായത് ഗുരുവിന്റെ കൂടെ നിൽക്കുന്നുണ്ട്, ഗുരുവിന്റെ കൂടെ സഞ്ചരിക്കുന്നുണ്ട്, പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷെ സ്വയം വിലയിരുത്തണം. എങ്ങനെ വിലയിരുത്തണം? എൻ്റെ ഈ താൽക്കാലിക ഡിസ്കംഫേർട്ട്സ് അൾട്ടീരിയർ മോട്ടീവ്സ് ആണെങ്കിൽ, എൻ്റെ അസ്വസ്ഥതകൾ മാറ്റാനുള്ളതാണെന്ന് എന്നിട്ട് അത് സഫലീകരിക്കുന്നുണ്ട് എന്ന് ആണെങ്കിൽ നിരീക്ഷകൻ അവിടെ ഇല്ല. അതാ ഗുരുജി പറഞ്ഞത്. അപ്പൊ അവിടെ അഹംബോധത്തിനെയാണ് നമ്മൾ സംരക്ഷിക്കുന്നത്. അപ്പൊ അവിടെ നിരീക്ഷകൻ ഇല്ല. എന്നാൽ അതപ്പോ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് പോലാണ്. അപ്പൊ അവൻ പഴയ കാര്യം തന്നെ അഹംബോധത്തോടെ അവന് നിൽക്കുകയാണ്, അത് സംരക്ഷിക്കുകയാണ്, പുറത്ത് പറയില്ല. അപ്പൊ ഇത് ഉണ്ടാകാം. ഇപ്പം നമ്മളെല്ലാരും ബോധപ്രാപ്തരായിട്ടില്ല, എന്നിട്ട് ഇതും ഉണ്ട്, ഇങ്ങനത്തെ ഒരു കാര്യം ഉണ്ടാവും. പക്ഷെ അത് വിലയിരുത്തണം. ദാറ്റ്സ് ഒരു വാല്യുബിൾ ഇൻഫർമേഷൻ ആണ് നമ്മൾ ഗുരുജി തന്നത്. പിന്നെ ഒരു പിന്നെ ഇത് പിന്നെ ലാസ്റ്റ് ഗുരുജി ഒരു പോയിന്റ് പറയുന്നുണ്ട്, 2 സ്റ്റേറ്റ്മെന്റ്, അതിലോട്ട് വരാം. ഇവിടെ നമ്മൾ പറഞ്ഞ ഈ കാര്യം, ഒരു സാധകൻ ധ്യാന ടെക്നിക്സും പിന്നെ പരിശീലിച്ച് ഗുരുവചനങ്ങൾ കേട്ടിട്ട് സാധനം ചെയ്തിട്ടും പിന്നെയും വിപര്യാസം നടക്കുമ്പോൾ, വിപര്യാസം എന്ന് പറഞ്ഞാൽ തിരിച്ച് പിന്നെ ബോഡി കോൺഷ്യസ്നെസ്സിലോട്ടും ഐ കോൺഷ്യസിലോട്ടും പോകുന്നത് അറിയാം. അപ്പൊ അങ്ങനെ വരുമ്പം ഒരു സ്റ്റക്ക് ആകുന്ന രീതിയിൽ ഇടയ്ക്ക് അങ്ങോട്ട് പോകുന്നു, തിരിച്ചു വരുന്നു, സാധന ചെയ്യുന്നു. അങ്ങനെ വരുമ്പം തന്നെ പിന്നെ ലക്ഷ്യബോധമുള്ള ഒരു സാധകനാണെങ്കിൽ, സത്യസന്ധനാണെങ്കിൽ ഒരു അസ്വസ്ഥത തോന്നും. എന്താണ്, ഞാൻ എത്തിയില്ലല്ലോ, ഇനി ഏതാണ്ടോ അറിയാനുണ്ട്, സ്റ്റക്ക് ആയിരിക്കുന്നത് പോലെ, അപൂർണത. അപ്പൊ ഇൻ എ സ്റ്റേറ്റ് ഓഫ് ലിംബോ എന്ന് പറയും, മീൻസ് നോട്ട് സർട്ടൻ, എന്തോ ചെയ്യണം, ഇനി എന്താ അറിയാനുണ്ട്. അപ്പൊ ഇങ്ങനെ നമ്മൾ നിന്നപ്പോഴാണ് ഈ ഗുരുജിയുടെ ഈ ഡയറക്ഷൻ തൃത്വത്തിലെ ശൂന്യതയിൽ വന്നത് അബൌട്ട് നിരീക്ഷണം. അത് വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആയിരുന്നു. അത് നിരീക്ഷകൻ എങ്ങനെ വളർത്തിയെടുക്കണം, അതായത് ഈ നിമിഷത്തിൽ നിന്ന് കർമ്മം ചെയ്ത് പിന്നെ എങ്ങനെ ഇത് അടുത്തത് ഇന്നത്തെ ടോക്കിൽ എങ്ങനെ സ്വയം നിരീക്ഷകൻ ഉണ്ട് എന്ന് തിരിച്ചറിയാൻ എന്ന് ഇന്നത്തെ വിദ്യാർത്ഥിയുടെ ശൂന്യത വളരെ വളരെ വിലപ്പെട്ടതാണ്. സത്യസന്ധതയോടെ ഓരോരുത്തരും ചെയ്യണം. അത് ആയില്ലെങ്കിൽ നമ്മളെ ജഡ്ജ് ചെയ്യാതെ, ജഡ്ജ്മെന്റിലോട്ട് പോകാതെ ഇംപ്രൂവ് ചെയ്യാനാണ് നമ്മൾ മുന്നോട്ട് പോകണ്ടേ. ആ ധാരണ ശരിയാക്കണം. സത്തയിലേക്ക് ഉള്ള ധാരയ്ക്ക്, മീ ടു മീലോട്ട് പോകണമെങ്കിൽ ശരിക്ക് ആ ധാര, ആ ഒഴുക്കിൽ വരണമെങ്കിൽ ധാരണ ശരിയാകണം. എന്ത് ധാരണ? അതായത് എൻ്റെ ആ മൈൻഡ്, അഹംബോധം എല്ലാം കുറച്ച് നന്നായിട്ട് ഡീആക്ടിവേറ്റ് ചെയ്തിട്ട് മൈൻഡ് കൂടുതൽ സൈലൻസിലോട്ട് പോകണം എന്നുള്ള ആ ധാരണ ഉണ്ടാവണം. അതിന് സ്വയം അറിയണം, എന്താണ് ഉള്ളിലുള്ളത് മനസ്സിലാക്കുക, അതെങ്ങനെ ഓവർകം ചെയ്യണം. അങ്ങനെ നിരീക്ഷകനെ വളർത്തിയെടുക്കുക, എന്നിട്ട് സത്തയിലേക്ക് എത്താൻ ഉള്ള ശ്രമം നമുക്ക് എല്ലാവർക്കും നടത്താൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഹരിയോം. ഹരിയോം. നമ്മള് കഴിഞ്ഞ ദിവസമൊക്കെ ചർച്ച ചെയ്തത് ആഗ്രഹങ്ങളും പ്രതീക്ഷകളും മനസ്സിനെ അസ്വസ്ഥമാക്കുന്നുവെന്നാണ്. അപ്പം സാധകൻ സാധന ചെയ്യുമ്പോഴും ഒരു ഭാവന ഉള്ളിൽ വെച്ചാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാല് സ്പിരിച്വാലിറ്റിയിൽ ഭാവനകൾ വേണം, ഒരു പരിധി വരെ വേണം. എന്നാൽ അത് മനസ്സിന്റെ ഭാവന ആകരുത്. ഹൈ തോട്ട്സ് അല്ലെങ്കിൽ ഉയർന്ന ചിന്തയായിരിക്കണം വേണ്ടത് അവന്റെ ഭാവന എന്ന് പറയുന്നത്. എന്നാൽ മനസ്സുകൊണ്ട് ഇമാജിൻ ചെയ്യുന്ന സ്പിരിച്വാലിറ്റിയുടെ ഭാവനയിൽ, സ്പിരിച്വാലിറ്റിയെ അങ്ങനെ ഭാവനയിൽ കണ്ടുകൊണ്ടാണ് ഒരു സാധന ചെയ്യുന്നതെങ്കിൽ അവന് നിരാശയായിരിക്കും ഫലം. അവൻ ചിലപ്പോ എന്ത് ചെയ്യാം, അവന്റെ ഗുരുവിനെ കോപ്പി ചെയ്യാൻ നോക്കും, അല്ലെങ്കിൽ വേറൊരു സാധകനെ പോലെ ആകാൻ വേണ്ടി ശ്രമിക്കും. എന്നാൽ അവന്റെ
മനസ്സിന്റെ ഇപ്പോഴത്തെ തലത്തെ തിരിച്ചറിയാതെ മറ്റൊന്നിനെ അനുകരിക്കാൻ ശ്രമിക്കുമ്പോൾ നിരാശയും തൃപ്തിയില്ലായ്മയും അത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോ സ്വയം നിരീക്ഷിച്ച് മനോതലങ്ങളെ തിരിച്ചറിയുക എന്ന പ്രോസസ്സാണ് ആദ്യം ഒരു സാധകൻ ചെയ്യേണ്ടത്. ഇനി സ്വയം നിരീക്ഷിക്കാതെ വേറെ ഒരാളെ കോപ്പി ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു സാധകനാണെങ്കിൽ അവനിലൊരു അപകർഷത ഉണ്ടാവും, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് പോലെ ഉണ്ടാവും. ആ കോംപ്ലക്സ് വർക്കൗട്ട് ആവും. എനിക്ക് മറ്റേ ആള് ചെയ്യുന്ന പോലെ സംസാരിക്കാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ധ്യാനം ചെയ്യാൻ സാധിക്കുന്നില്ല, അറിവ് കിട്ടുന്നില്ല, എനിക്ക് കഴിവില്ല എന്നൊക്കെ ചിന്തിച്ച് മനസ്സിന്റെ വാസനകളിലേക്ക് വഴിതിരിഞ്ഞു പോകും. അതാണ് പല സാധകർക്ക് സ്പിരിച്വാലിറ്റിയിൽ വന്നിട്ടും അവരുടെ ബേസിക് മൈൻഡ് ലെവലിലേക്ക് വീണു പോകാനുള്ള കാരണം. സമൂഹത്തിന് തന്നെ ദോഷമാവുന്ന രീതിയിൽ അങ്ങനത്തെ പ്രവൃത്തികളിലേക്ക് തിരിഞ്ഞു പോകും. അപ്പം അവ എല്ലാവരുടെയും കണ്ണിൽ എന്താണ്, കണ്ണില് ഒരു കുറ്റക്കാരനായിട്ട് അല്ലെങ്കിൽ മോശക്കാരൻ എന്നുള്ള രീതിയിലൊക്കെ ചിത്രീകരിക്കപ്പെടും. അപ്പം പക്ഷെ അവര് കുറ്റം പറയുന്നത് എന്തിനായിരിക്കും? സ്പിരിച്വാലിറ്റിയാണ് കുറ്റം പറയുന്നത്. കണ്ടോ, ഇവൻ സ്പിരിച്വലിൽ പോയിട്ടും ഇവൻ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടോ എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തും സ്പിരിച്വാലിറ്റിയെ. അത് അവസാനം ചെന്ന് നിൽക്കുന്നതോ ഗുരുവിന്റെ നേരെയായിരിക്കും. ഗുരുവിന്റെ നേരെ വിരൽ ചൂണ്ടുള്ളൂ. ആരെന്ത് തെറ്റ് ചെയ്താലും ഗുരുവിനെ നേരെ ഫോക്കസ് ചെയ്യും. ഇതിന്റെ കാരണം അവൻ നിരീക്ഷിക്കാതെ ഒരു മുഖം മൂടി അണിഞ്ഞുകൊണ്ട് സമൂഹത്തിന്റെ മുന്നിൽ ആത്മീയവാദിയായിട്ട് അഭിനയിക്കുന്നുണ്ടാണ്. ഇത് സംഭവിക്കാതിരിക്കാനാണ് ഗുരുക്കന്മാര് അവനവനെ തിരിച്ചറിയൂ, അവനവനിൽ പരിവർത്തനം വരുത്തൂ, അങ്ങനെ സമൂഹത്തിൽ മാറ്റം ഉണ്ടാക്കൂ എന്ന് നമ്മളോട് വീണ്ടും വീണ്ടും പറയുന്നതും സ്വയം ജീവിച്ച് കാണിച്ചു തരുന്നതും. അപ്പം എന്നിൽ നിന്നും എന്നിലേക്ക് യാത്ര ചെയ്യാൻ തയ്യാറാകുന്ന ഒരു സാധകൻ ആദ്യം മനസ്സിലാക്കുന്നത് തൻ്റെ ഉള്ളിലെ ചിന്തകളെയും ഭാവനകളുടെയും ആഴം എത്രത്തോളം ഉണ്ടെന്നാണ്. ചില സാധകർ അതിനെ നിരീക്ഷിച്ച് അതിനെ എങ്ങനെ കുറയ്ക്കാം എന്ന് ചിന്തിക്കും. ചിലർ അതിനെ മുറുകെ പിടിച്ചുകൊണ്ട് അതിനെ വിടാതെ സാധന ചെയ്യും, എന്നിട്ട് അഭിനയിക്കുകയും ചെയ്യും. എന്നാ അന്തര്യാമിയായിട്ടുള്ള ഗുരുവിന് എന്ത് മനസ്സിലാവും? ഇവൻ അഭിനയിക്കുകയാണെന്ന് മനസ്സിലാവും. അപ്പം ഇതിനെ സൂചിപ്പിച്ച് ഗുരു അതിനെ സൂചിപ്പിക്കും, ചൂണ്ടിക്കാണിക്കും. അങ്ങനെ സൂചിപ്പിക്കുന്ന ഗുരുവിനെയും പറ്റിച്ചുകൊണ്ടായിരിക്കും അവൻ പിന്നെ സാധന ചെയ്യുന്നത്. അല്ലെങ്കിൽ ഓരോ ന്യായീകരണങ്ങൾ നിരത്തി അവന്റെ ഭാഗം ക്ലിയർ ആക്കാൻ നോക്കും, മാറാൻ തയ്യാറാവില്ല. അപ്പം ഗുരു അവനെ വീണ്ടും വീണ്ടും നേർവഴിക്ക് കൊണ്ടുവരാൻ ശ്രമിക്കും. അത് അവനിൽ ഒരു സംഘർഷാവസ്ഥ ഉണ്ടാക്കും. അവന്റെ മനസ്സത് ഇഷ്ടപ്പെടില്ല, അവന്റെ ഫ്രീഡം പോകുന്നു എന്ന് തോന്നും. അപ്പൊ അവൻ എന്ത് ചെയ്യും? അവൻ സാധന മതിയാക്കി മനസ്സിന്റെ ഭാവനകളിൽ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കും. അവനിലെ നിരീക്ഷകന്റെ ആ അഭാവം അവന്റെ മനസ്സിന്റെ പടുകുഴിയിലേക്ക് തള്ളിവിടുകയാണ് എന്ന് അവൻ തിരിച്ചറിയുന്നില്ല. ഇങ്ങനെ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള ഒരേ ഒരു വഴി സ്വയം നിരീക്ഷിക്കുക, മാറ്റത്തിന് വിധേയനാകാൻ ഉള്ള ധൈര്യം ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പൊ ഇത് പറഞ്ഞപ്പോ പെട്ടെന്ന് ഓർത്തത്, പണ്ട് ഗുരുജി സ്വാമി വിവേകാനന്ദന്റെ ഒരു സിനിമ കാണിച്ചു തന്നു. അതിൽ അദ്ദേഹം രാമകൃഷ്ണ പരമഹംസന്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ, വീട്ടിലെ പ്രശ്നങ്ങളും സ്വന്തം പ്രശ്നങ്ങളും ഇതെല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം എന്ത് പറയുന്നു? കാളിയമ്മടുത്ത് പോയി പറയൂ എന്ന് പറയും. അപ്പൊ അദ്ദേഹം അവിടെ പോയിട്ടും പറയാൻ പറ്റുന്നില്ല. അവസാനം അദ്ദേഹം എന്താണ് പ്രാർത്ഥിക്കുന്നത്? അമ്മേ, എനിക്ക് ഭക്തി നൽകിയാലും, എനിക്ക് വൈരാഗ്യം നൽകിയാലും, എനിക്ക് അറിവ് നൽകിയാലും. ഇതാണ് പ്രാർത്ഥിക്കുന്നത് എപ്പോ പോയാലും. അവസാനം അദ്ദേഹം ഏത് രീതിയിലായി? അദ്ദേഹത്തിന്റെ ഗുരുവിന്റെ ടീച്ചിങ്സിനെ ലോകമെമ്പാടും അറിയിക്കുന്ന രീതിയിൽ ഒരു സാധകനായിട്ട് മാറി. അപ്പം ഒരു സാധകൻ ആ ധൈര്യമുള്ളവനാണ് ആവേണ്ടത്. തീവ്രമായിട്ടുള്ള ഒരു വൈരാഗ്യമായിരിക്കണം ഒരു സാധകൻ. തന്റെ മനോതലങ്ങളെ സ്വയം നിരീക്ഷിച്ച് അതിനെ ഉയർത്തി സത്തയിലേക്ക് അതിനെ തിരിച്ചുവിടുക എന്നതാണ് ഒരു സാധകന്റെ ധർമ്മം.
ഹരി ഓം, ഹരി ഓം, ഹരി ഓം. ഹരി ഓം. കേൾക്കാവോ? ഓ, ഹരി ഓം. ഇന്നത്തെ വൃത്തത്തിലെ ശൂന്യതയിൽ വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് ഗുരുജി തന്നിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ പാരഗ്രാഫില് ഇപ്പം സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആ കാര്യങ്ങള് വളരെ വ്യക്തമായിട്ടും അതിന്റെ ഗൗരവത്തോടു കൂടി ഗുരുജി അവതരിപ്പിച്ചിരിക്കുന്നു. പൊതുവായിട്ടുള്ള ഇന്നത്തെ സമൂഹത്തില് എന്തൊക്കെ സംഭവിക്കുന്ന അസംതൃപ്തി മൂലം പല പല സംഘർഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അത് വീണ്ടും വീണ്ടും വർദ്ധിച്ച് അത് മൂർധന്യത്തിലെത്തുമ്പോഴാണ് ഈ ആ താളലയത്തിനോടൊത്ത്, പ്രകൃതിയുടെ താളലയത്തിനോടൊത്ത് നീങ്ങാൻ കഴിയാതെ വരുന്നത്. അതിന്റെ ഉദാഹരണം നമ്മളിപ്പോ കാണുന്നുണ്ട്. ഇപ്പൊ നടക്കുന്ന ഭീകരാക്രമണങ്ങള്, യുദ്ധങ്ങള്, ഇതിന്റെയൊക്കെ പിറകില് നോക്കിയാൽ ഒന്നോ രണ്ടോ ചില വ്യക്തികളുടെ ഉള്ളിലുള്ള അസംതൃപ്തിയായിരിക്കും ഇത്രയും വലിയ ഒരു റിസൾട്ടിന് കാരണമാകുന്നത്. അത് സൊസൈറ്റിയെ മുഴുവൻ ബാധിക്കും. അവിടെയാണ് ഒരു ഗുരുവിന്റെ പ്രസക്തി. ഗുരുവാണ് ഈ വിചാരമാർഗത്തിലൂടെ ധ്യാനം പരിശീലിച്ച് ആന്തരിക നിരീക്ഷണം നടത്തുവാൻ മാർഗദർശനം നൽകുന്നത്. കാരണം ഇന്ന് സമൂഹത്തിൽ കാണുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഓരോരുത്തരുടെയും മനസ്സിലുള്ള അസംതൃപ്തിയാണ്. അത് പലരും പല രീതിയിൽ പ്രകടിപ്പിക്കുന്നു എന്ന് മാത്രം. അപ്പോ ഒരു ഗുരുവിന്റെ കീഴിൽ നമ്മൾ നിരന്തരമായിട്ട് ഇതുപോലെ ഒരു ആത്മവിചാരം നടത്തുകയും നമ്മുടെ ഉള്ളിലെ കുറ്റങ്ങൾ, മാറ്റങ്ങൾ, നമ്മൾ ഉള്ളിൽ വരുത്തേണ്ട മാറ്റങ്ങളെ കുറിച്ച് നമ്മൾ തന്നെ ബോധവാന്മാരായി അതിനെ ഒരു പരിവർത്തനത്തിന് നമ്മൾ വിധേയമാകണം എന്നാണ് ഗുരുജി പറഞ്ഞിരിക്കുന്നത്. ഇനി മൂന്നാമത്തെ പാരഗ്രാഫിൽ ഗുരുജി വളരെ മൂർച്ചയുള്ള വാക്കുകളാണ് ഉപയോഗിക്കുന്നുണ്ട് അവസാനം. അതായത് ഗുരുവിനെ ലഭിച്ചിട്ടും ചിലപ്പം സാധകനില് മാറ്റങ്ങളൊന്നും വരാതെ നിൽക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ സ്ഥിരമായ നിരീക്ഷണം നടക്കാത്തത്, അത് ആ സാധനയോടുള്ള അർപ്പണഭാവത്തോടുള്ള ആ സാധനം കൊണ്ട് മാത്രമേ ആ നിരീക്ഷണം കൈവരുള്ളൂ. അപ്പൊ സാധകരില്, അതായത് നമ്മുടെ സാധന അത് ആത്മാർത്ഥതയോടുകൂടി ചെയ്തില്ലെങ്കിൽ, കൃത്യനിഷ്ഠയോടുകൂടി ചെയ്തില്ലെങ്കിൽ എത്ര കാലം ചെയ്താലും അതിന് ഒരു ഫലം ലഭിക്കില്ല. മാത്രമല്ല ഇവിടെ പ്യൂരിറ്റി ഓഫ് മൈൻഡ് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സാധാരണ ഈ യോഗ സൂത്രത്തിലൊക്കെ പറയുന്നത് ആദ്യം നമ്മുടെ നമുക്ക് ചെയ്യാനുള്ള ആ പ്യൂരിഫിക്കേഷൻസ്, ആ ഒരു സാധനാ മാർഗത്തിൽ എത്തുമ്പോൾ എന്തൊക്കെ പാലിക്കണം നമ്മള്, നിയമങ്ങൾ എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് അതില്. അപ്പൊ ഒരു ഗുരുവിനെ കാണുന്നതിന് മുമ്പ്, അല്ലെ കാണുമ്പോഴോ അല്ലെങ്കിൽ കാണുന്നതിന് മുമ്പോ ഈ സാക്ഷാത്കാരത്തിന് വേണ്ട മുന്നൊരുക്കങ്ങൾ എന്തൊക്കെയാണെന്ന് ഒരു സാധകൻ അറിഞ്ഞിരിക്കണം. അല്ലാതെ പെട്ടെന്ന് ഒരു ഗുരുവിനെ കണ്ടു അയാളുടെ പ്രശ്നങ്ങൾ ഉള്ളിൽ വെച്ച് ഗുരു എല്ലാം പരിഹരിക്കും എന്നുള്ള ഒരു ധാരണയിൽ പോയി കഴിഞ്ഞാലാണ് ഇത്തരം അപകടങ്ങൾ സംഭവിക്കുന്നത്. അപ്പൊ ഇവിടെ ഗുരുവിനെ കരുവാക്കരുത് എന്ന് ഗുരുജി പ്രത്യേകം പറയുന്നുണ്ട്. അതായത് തന്റെ സംതൃപ്തിക്ക് വേണ്ടി ഗുരുവിന്റെ കൂടെ നിന്ന് ഗുരുവിൽ നിന്ന് എല്ലാം ലഭിക്കും എന്നുള്ള ഒരു മിഥ്യാധാരണ വരുന്നു. ഇവിടെ ഗുരു കൃപ എന്ന് പറയുന്നത് ഗുരു പകർന്നു തരുന്ന അറിവുകളോടും ധ്യാന പരിശീലനത്തോടുമുള്ള അളവറ്റ കൃതജ്ഞതയാണ്. അതായത് അഹങ്കരിക്കാൻ നമ്മൾ എല്ലാത്തിനോടും കൃതജ്ഞതയും സമഭാവനയും നമ്മുടെ ഉള്ളിൽ നിറയുമ്പോൾ അഹം കുറഞ്ഞു വരുന്നു. കാരണം ഈ വൃത്തത്തിലെ ശൂന്യതയിലെ ഫോക്കസ് പോയിന്റ് എന്ന് പറയുന്നത് അഹം തന്നെയാണ്. ഈ അഹമാണ് അസംതൃപ്തി സൃഷ്ടിക്കുന്നത്. അപ്പൊ അഹം ഉണ്ടെങ്കിൽ ഗുരുവിനോടൊപ്പം നിന്നാലും ഒരാൾക്ക് സാധകനാകാൻ പറ്റില്ല. കാരണം ഇന്ന് ഇത് വായിച്ചപ്പോഴാണ് പെട്ടെന്ന് ഇത് ഓർമ്മ വന്നത്. സാധന ചെയ്തത് കൊണ്ട് മാത്രം ഒരാൾ സാധകൻ ആകുന്നില്ല. കാരണം അഹം ഉള്ളിടത്തോളം കാലം ആ ശരിയായ സാധകൻ എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്, നമ്മൾ സാധന ചെയ്യുന്നവരാണോ അല്ല യഥാർത്ഥ സാധകനാണോ എന്ന്. കാരണം ആ ഉയർന്ന തലത്തിൽ എത്തിയാൽ മാത്രമേ ഗുരുജി ഈ പറഞ്ഞതിരിക്കുന്ന വിലയേറിയ ഈ അറിവുകളൊക്കെ നമുക്ക് പ്രവൃത്തിയിൽ കൊണ്ടുവരാൻ പറ്റൂ. അതായത് നിരീക്ഷകൻ നമ്മളിപ്പോ അടുത്ത കുറച്ച് വൃത്തത്തിലെ ശൂന്യതയിൽ നമ്മൾ
ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. നമ്മൾക്ക് അതിനെക്കുറിച്ചൊരു ഫുൾ ഒരു ക്ലാരിറ്റി ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷെ ഇന്ന് ഗുരുജി അത് വളരെ വ്യക്തമാക്കി തന്നിട്ടുണ്ട്. അതായത് വർഷങ്ങൾക്ക് ശേഷവും, അതായത് ഗുരുവിനോട് എത്തിച്ചേർന്ന് അഹം കുറഞ്ഞു തുടങ്ങുമ്പോൾ വർഷങ്ങൾക്ക് ശേഷവും നിരീക്ഷണത്തിന്റെ പാതയിൽ എത്തിപ്പെട്ടാലും നിരീക്ഷകൻ ഉണരുകയില്ല, മനസ്സ് കബളിപ്പിക്കും. അപ്പൊ നമ്മള് ചിലപ്പോൾ വിചാരിക്കും ഞാനിപ്പം പ്രസന്റ്, അതായത് മൊമെന്റിലാണ് നിൽക്കുന്നത്, എന്നിൽ നിരീക്ഷണം നടക്കുന്നുണ്ട് എന്ന് നമ്മൾ ചിലപ്പോൾ വിചാരിക്കും. പക്ഷെ അതും ഒരു മനസ്സിന്റെ കബളിപ്പിക്കലാണ്. അത് തിരിച്ചറിയാനുള്ള വഴിയും ഗുരുജി പറഞ്ഞു തന്നിട്ടുണ്ട്. നിരീക്ഷണം താഴ്ന്ന നിലവാരത്തിലാണെങ്കിൽ, അതായത് സ്വന്തം സംതൃപ്തിക്ക് വേണ്ടി, അഹത്തിന്റെ തൃപ്തിക്ക് വേണ്ടി, അങ്ങനെയൊക്കെ ആണ് ഈ നിരീക്ഷണം നടക്കുന്നതെങ്കിൽ അതൊരു താഴ്ന്ന നിലവാരത്തിലും മനസ്സിന്റെ തലത്തിലുള്ള ഒരു നിരീക്ഷണമാണ്. അത് ഞാനൊരു സാധകൻ ആണ് എന്ന് അഭിമാനിക്കുന്നത് പോലും അഹത്തിന്റെ കളിയാണ് എന്ന് ഇതിൽ നിന്ന് വ്യക്തമാകും. അപ്പൊ അവന്റെ വാക്കുകളിൽ തന്നെ അഹം നിഴലിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ താഴ്ന്ന നിലവാരത്തിലുള്ള നിരീക്ഷണം മനസ്സാണ് നടത്തുന്നത്. അതൊരു സാധകന് സത്തയിലേക്കുള്ള യാത്രയിലേക്ക് യാതൊരു പ്രയോജനവും ചെയ്യുന്നില്ല. അപ്പൊ ഇവിടെ ഈ ഗുരുവിനെ കണ്ടുമുട്ടിയതിന് ശേഷം ഒരു സാധകന് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. ചില പരിവർത്തനങ്ങൾ ആദ്യം വന്നിരിക്കാം. ഗുരുവിനെ കണ്ടതിന് ശേഷം തുടക്കത്തിൽ ചില പരിവർത്തനങ്ങളൊക്കെ വന്നിരിക്കാം. എന്നാൽ വർഷങ്ങൾക്ക് ശേഷവും ആ പരിവർത്തനത്തിന്റെ പരിപൂർണതയിൽ എത്തിയില്ലെങ്കിൽ അവൻ സ്വയം അറിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഗുരുവിനെ കണ്ട ഉടനെ കുറച്ച് ഒരു പരിവർത്തനങ്ങളൊക്കെ ഗുരുവിന്റെ വാക്കുകളൊക്കെ കേട്ട് മനസ്സിലാക്കാൻ സാധിക്കും. നേരത്തെ സ്വാമിനിയമ്മ പറഞ്ഞതുപോലെ ഇടയ്ക്കൊരു സ്റ്റക്ക് ആവും. അപ്പോഴാ പിന്നെ അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ വരും. അപ്പൊ അതിന്റെ കാരണം എന്താണെന്ന് സാധകൻ തന്നെ കണ്ടെത്തി അല്ലെങ്കിൽ ഗുരുവുമായിട്ട് പങ്കിട്ട് മുന്നോട്ട് പോയാൽ മാത്രമേ അത് അറിയുള്ളൂ. അല്ലെങ്കിൽ അവിടെ നിന്നുകൊണ്ട് വീണ്ടും ഞാൻ സാധകനാണ് എന്ന് പറയുന്നതിനാണ് ഗുരുജി ഒരു ഉപമ ഇതിൽ കൊടുത്തിരിക്കുന്നത്. അത് വളരെ മൂർച്ചയുള്ള ഒരു ഇതാണ്, സാധകർക്കുള്ളൊരു മുന്നറിയിപ്പാണ്. അപ്പൊ സ്വയം അറിയുക, തന്നിലെ അഹത്തിന്റെയും വാസനകളെയും നിരീക്ഷിച്ച് പരിവർത്തനങ്ങൾക്ക് സ്വയം വിധേയമാകുക എന്നതാണ് നമ്മള് സാധകർക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അഹത്തെ പൂർണ്ണമായി ഒഴിവാക്കിയാൽ മാത്രമേ ധ്യാനാത്മക മനസ്സ് നിലനിർത്താൻ കഴിയൂ. അപ്പോൾ മാത്രമേ യഥാർത്ഥ നിരീക്ഷകൻ ഉണരുള്ളൂ. ആ ഉയർന്ന നിലവാരത്തിലുള്ള സത്തയിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന നിരീക്ഷകനാണ് ഉയർന്ന നിലവാരത്തിലുള്ള നിരീക്ഷകൻ. അതിന് ചിലപ്പോ വർഷങ്ങൾ മാത്രമല്ല, ചിലപ്പം ജന്മങ്ങളുടെ പ്രയത്നം വേണ്ടി വരും. പക്ഷെ ഒരു സാധകന്റെ ശ്രദ്ധ എപ്പോഴും ആ സത്തയിലേക്കായിരിക്കണം. അപ്പൊ സത്തയിലേക്കുള്ള സത്ത അനുഭവിച്ചറിയേണ്ടതാണ്. എന്നാലും എന്റെ ലക്ഷ്യം ആ സത്തയാണ്. അതിനെന്നെ സഹായിക്കുന്നത് നിരീക്ഷകനാണ്. ആ നിരീക്ഷകൻ ഉണരണമെങ്കിൽ ധ്യാനാത്മക മനസ്സ് വേണം. അപ്പൊ അതിന് സാധന വളരെ ചിട്ടയോടുകൂടിയും കൃത്യനിഷ്ഠയോടുകൂടിയും ചെയ്യുകയും ഗുരുവചനങ്ങൾ മനനം ചെയ്യുകയും എത്രമാത്രം നമ്മൾ അതിന് പരിശ്രമിക്കുന്നോ, എത്രമാത്രം നമ്മൾ അതിൽ അർപ്പണം ചെയ്യുന്നുവോ, എത്രമാത്രം നമ്മൾ ആ സാധനയ്ക്ക് ആത്മാർത്ഥത കാണിക്കുന്നുവോ, എങ്കിൽ മാത്രമേ ആ ശരിയായ നിരീക്ഷകൻ ഉണരുകയുള്ളൂ എന്നതിൽ പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഇത് ഇന്നത്തെ ആ നിരീക്ഷകനെ കുറിച്ചുള്ള കുറച്ച് വ്യക്തമായ ചിത്രമാണ് ഗുരുജി തന്നിരിക്കുന്നത്. അതിപ്പോ ഓരോരുത്തരും സ്വയം വിലയിരുത്തേണ്ടതാണ്. എന്നിലെ നിരീക്ഷകനെ താഴ്ന്ന നിലവാരത്തിലാണോ, അല്ല അത് ഉയർന്നിട്ടുണ്ടോ, പൂർണ്ണമായും ധ്യാനാത്മകത മനസ്സുമായി നിലനിൽക്കാൻ കഴിയുന്നുണ്ടോ, സാധന ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളോ, അല്ല സ്ഥിരമായിട്ട് അങ്ങനെ നിൽക്കാൻ പറ്റുന്നുണ്ടോ, ഇതൊക്കെ ഓരോ സാധകരും നിരീക്ഷിച്ചറിയേണ്ടതാണ്. ബാലജി പറഞ്ഞ പോലെ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യുന്നതിൽ അർത്ഥശൂന്യമാണ്. കാരണം ഓരോരുത്തരുടെയും രീതിയും ഓരോരുത്തരുടെയും വാസനകളും ഓരോരുത്തരുടെയും ഇതെല്ലാം വ്യത്യസ്തമായിരിക്കും. അപ്പൊ സ്വയം ഗുരുവിൽ അർപ്പിച്ച് നമ്മൾ ആ സാധന അതിന്റെ പൂർണ്ണതയിൽ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഹരിയോം. ഹരിയോം. ഇവിടെ നമ്മൾ കണ്ടത് ഒരു 4 തലങ്ങളാണ് ഗുരു ഇവിടെ പറഞ്ഞു പോകുന്നത്.
ഒരു മനുഷ്യജന്മമെടുത്ത് അവൻ ആ യാത്രയിൽ ഗുരുവിനോടൊപ്പവും ഒരു സാധാരണക്കാരൻ്റെയും പരിണാമങ്ങളും നമ്മൾ മനസ്സിലാക്കിയെന്ന് ഞാൻ പറയുമ്പോൾ അതിൻ്റേതായ ലിമിറ്റേഷൻസ് ഉണ്ട്. എങ്കിലും നമ്മൾ പറഞ്ഞു തുടങ്ങാം. ആദ്യത്തെ ഒരവസ്ഥ എന്ന് പറയുന്നത് ഫസ്റ്റ് പാരഗ്രാഫിൽ നമുക്ക് ആ തൃപ്തിയുടെ തലങ്ങളാണ് കാണിക്കുന്നത്. എൻ്റെ തൃപ്തി ആയിരിക്കില്ല വേറൊരാളുടെ തൃപ്തി. അയാളെടുത്ത് ചോദിച്ചാൽ പറയും, അയാൾ പിന്നെയും നോക്കും, ഇതിനും എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്നത് കിട്ടിയ വേറൊരാളുണ്ട്, അതിലേക്ക് നോക്കും. അവിടേക്ക് നമ്മൾ നോക്കിയാലും അവിടെയും തൃപ്തി കാണുന്നില്ല, അതും പിന്നെയും ആഗ്രഹങ്ങളാണ്. അപ്പം തൃപ്തിക്ക് കാരണഹേതു നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അതാണ് അതിൻ്റെ ആദ്യത്തെ പ്രശ്നം. നമ്മൾ നെക്സ്റ്റ് ആഗ്രഹങ്ങൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഡിസ്കസ് ചെയ്ത കണക്ക് തന്നെ പോകുന്നു. കാരണഹേതുവിനെ കുറിച്ച് അന്ധകാരത്തിൽ നമുക്ക് മനസ്സിലാക്കാനേ കഴിയുന്നില്ല. അതാണ് ഇന്നത്തെ പ്രാപഞ്ചിക ലോകം. അവിടെയാണ് ആ ഗുരുവിൻ്റെ അല്ലെങ്കിൽ ഈ മഹാഗുരു പരമ്പരയുടെ ബോധപ്രാപ്തന്മാർ വരുന്നത്. ഇതിന് വേണ്ടിയിട്ടാണ്. കാരണം ഇത്രയും മാത്രമുള്ള അന്ധകാരത്തിൽ കിടക്കുമ്പോൾ, കാരണം അവിടെ ടോട്ടൽ കോൺഫ്ലിക്ട്സ് ആണ്, എല്ലാവരും പുറത്തോട്ട് നോക്കുവാണ്. ഉള്ളിൽ എന്താണ് എൻ്റെ പ്രശ്നമെന്ന് അറിയാൻ ആരും ശ്രമിക്കണില്ല. ആ സമയത്താണ് ഗുരുക്കന്മാർ വരിക. അപ്പോൾ ഗുരുക്കന്മാർ വന്നിട്ട് എന്താ അവർക്ക് ആദ്യം ചെയ്യാൻ പറ്റുമോ? കാരണം ടോട്ടൽ ഇഗ്നറൻസ് അല്ലേ അവർ കിടക്കുന്നത്. സത്യത്തെക്കുറിച്ച് വല്ലതും പറഞ്ഞാൽ വല്ലതും മനസ്സിലാവുമോ? ഇപ്പം ഞാനൊക്കെ വന്ന സമയത്ത് നിൻ്റെ ലക്ഷ്യബോധം ഇതാണ്, സത്യമാണെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഇറങ്ങി ഓടുന്നു. എൻ്റെ അടുത്ത് അങ്ങനെ ഒന്നും ഗുരു പറഞ്ഞിട്ടില്ല. എൻ്റെ അടുത്ത് എന്ന് വെച്ചാൽ ഇങ്ങനെ ഇതേ കണക്ക് എല്ലാവരെയും ഗുരു അങ്ങനെയാണ് ഭയങ്കര സ്നേഹിച്ച് നമ്മുടെ കൂടെ നിന്ന് കളിച്ച് പാട്ടൊക്കെ പാടി കഥയൊക്കെ പറഞ്ഞ് നമ്മളെ ഇരുത്തും. കാരണം എന്ന് വെച്ചാൽ ടോട്ടൽ ഇഗ്നറൻസ്. ആ കൊച്ചു കുട്ടിയെടുത്ത് അങ്ങനെ പറയാൻ പറ്റൂ. അവൻ്റെ കൂടെ കളിച്ച് അവനെ പതുക്കെ ഓരോന്ന് പഠിപ്പിച്ച് പ്രോഗ്രസ് ചെയ്യിപ്പിക്കണം. അപ്പം അത് എളുപ്പമല്ല. കാരണം അതിൻ്റെ സെക്കൻഡ് ലെവല് ഗുരുജി പറയുന്നത് അവിടെയാണ് ഇമ്പോർട്ടൻ്റ്. അഹം. കാരണം ആ മനസ്സിൻ്റെ ഭയങ്കര ധ്രുവീകൃത രൂപമാണ് അഹം എന്ന് പറയുന്നത്. കാരണം നമ്മൾ അഹത്തെക്കുറിച്ച് നമുക്കറിയാം. ഇപ്പം ഒന്ന് നമ്മൾ ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പ്, കാരണം അഹത്തിൻ്റെ ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. പലരും നമ്മളിപ്പോൾ സമൂഹത്തിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പലരും ഉണ്ട്. ചിലവരൊക്കെ 5 സ്റ്റാർ ഹോട്ടലിൽ പോയി ഭക്ഷണമൊക്കെ കഴിക്കുന്നത്. നമുക്ക് പുറത്തുനിന്നും ചായ കിട്ടും, 5 സ്റ്റാർ ഹോട്ടലും ചായ കിട്ടും. എന്തിനാ 5 സ്റ്റാർ ഹോട്ടലിൽ പോകണ്ടേ? അവനെ സംബന്ധിച്ചിടത്തോളം അവന് അവിടെ വേണ്ടതെന്ന് വെച്ചാൽ അത്രമാത്രം ഘനീകരിച്ചു പോയി ഞാനെന്ന ഭാവം. എന്നെ എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യണം. ആ രീതിയിലേക്ക് ഈ പറയുന്ന മനസ്സിൻ്റെ ആ തലങ്ങൾ, ആ ധ്രുവീകൃത തലങ്ങൾ ഉയരുകയാണ്. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇത് സാധാരണ സമൂഹത്തിൽ പറയുമ്പോൾ തന്നെ ഒരു സാധകനിലും ഇത് വരും. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്. നമ്മൾ ഇപ്പം ഗുരുവിൻ്റെ കൂടെ നിന്ന്, ഗുരു അതാണ് പറയുന്നത്, ആദ്യം നമുക്കൊന്നും ഇത് പെട്ടെന്ന് സംഭവിക്കില്ല. വർഷങ്ങൾ ഗുരുവിൻ്റെ കൂടെ നിന്ന് സാവധാനം നമ്മൾ അറിയാതെ തന്നെയൊക്കെ ഇത് ഈ പറയുന്ന ഈ നമ്മുടെ അഹം എന്ന ഭാവം ഉരുകിയെന്ന് വെച്ചോളൂ. നമ്മളറിയാതെ കുറച്ച് ഉരുകുന്നുണ്ട്. ആ അഹം ഉരുകുമ്പോഴുള്ള അടുത്ത ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്നറിയാം. ഇപ്പം നമ്മൾ പറയും, ഞാൻ അഹത്തെ കാണുന്നു, എന്നിൽ അഹമുണ്ട്, അഹങ്കരിക്കണം എന്നൊക്കെ
എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടോ? അവിടെ അപ്പം ആ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കൂ, അഹം കരിക്കുന്നവനുണ്ട് അവിടെ. അപ്പം ഇതൊരു തേർഡ് സ്റ്റേജാണ്. ഫസ്റ്റ് കഴിഞ്ഞു, അഹം പറഞ്ഞ് അതിൻ്റെ ഒരു നമ്മൾ പതുക്കെ ഇതൊക്കെ വന്നു. അപ്പം മനസ്സ് അടുത്ത ലെവലിലേക്ക് പോയി കഴിഞ്ഞു. കാരണം അവിടെ അഹവും പോയി കുറഞ്ഞു കുറഞ്ഞു വരുമ്പോഴത്തേക്ക് അവന് മാറ്റം, എനിക്ക് മാറണം, അഹങ്കരിക്കണം, എനിക്ക് മാറണം എന്ന് പറയുമ്പോഴും ഗുരു പറയുന്നത് അത് ശ്രദ്ധിച്ചാൽ അറിയാം, അവിടെയും നമ്മൾ ഗുരുവിനെ കരുവാക്കുകയാണ്. ഇത് നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല. ആക്ച്വലി ഈ മനസ്സിൻ്റെ അത്രമാത്രം അവിടെയാണ് ജാഗ്രത ഗുരുജി പറയുന്നത്. അത്രമാത്രം നമ്മൾ ജാഗരൂകരാകണം. കാരണം നമ്മൾ ഓരോ ലെവല് പോകുമ്പോഴത്തേക്ക് നമ്മുടെ ലെവൽ ഓഫ് ബീയിങ് ഇൻ ദ പ്രസൻറ്റ് നമ്മൾ കൂടി വരണം. ആ കൂടുന്ന അവസ്ഥയിലാണ് നമ്മൾ ഈ പറയേണ്ട ഒരു സാധനം. ഈ ഒരു അവസ്ഥ വരുമ്പോൾ നമ്മൾ ആദ്യമൊക്കെ വേണം, ഈ നമ്മൾ അഹങ്കരിക്കുമ്പോഴൊക്കെ നമ്മൾ ഈ കുറേയൊക്കെ മനസ്സിനെ നമ്മൾ നിരീക്ഷിച്ച് മാറ്റി സംസാരിച്ച് മാറ്റി. പക്ഷേ ഈ തേർഡ് സ്റ്റേജിലൊക്കെ വരുമ്പോൾ ജാഗ്രതയുടെ വലിയൊരു അവസ്ഥ വരുമ്പം നമ്മൾ ആ നിരീക്ഷകൻ്റെ ആ പാതയിലേക്ക് നമ്മൾ എത്തുവാണ്. അവിടെ വരുമ്പോഴത്തേക്ക് ഓൾ സോർട്ട് ഓഫ് ഡ്യുവാലിറ്റി ഷുഡ് ആക്ച്വലി എൻഡാണ്. മനസ്സ് പക്ഷെ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കും. ഇതുണ്ട്, നെക്സ്റ്റ് ലെവലിലേക്ക് പോകണം, അത്ര ഇത് വേണം, എനിക്ക് അതറിയണം, ഈ ജ്ഞാനം എനിക്ക് വേണം, അതിനെ സൂക്ഷ്മമായിട്ട് എനിക്ക്, അല്ലെങ്കിൽ ആ നിൽക്കുന്ന ലെവല് ഈ സന്യാസി വര്യൻ്റെ മറ്റേ ലെവലിലെത്തണം, ഗുരുവിൻ്റെ വീടെത്തണം, ഇങ്ങനെയൊക്കെ നമ്മുടെ അടുത്ത് ഇറ്റ് വിൽ, അത് സൂക്ഷ്മമായ ലെവലാണ്. അപ്പം അഹത്തിൻ്റെ ഒരു സബ്റ്റിൽ ലെവലിലേക്ക് പോവുകയാണ്. വിശ്വാഹന്ത എന്നൊക്കെ വേണമെങ്കിൽ ഇത് വേണമെങ്കിൽ പല ടേംസ് പലരും ഉപയോഗിക്കുന്നുണ്ടാവും. മേ ബി ഗുരുജി വുഡ് ബി റെഫറിങ് ടു ദാറ്റ്. ആ സമയത്ത് ആണ് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത്, ലക്ഷ്യബോധം എന്ന് പറയാൻ പറ്റുമോ? അതാണ് ഞാനിപ്പോഴും ആലോചിക്കുന്നത്. ഞാനൊരു ലക്ഷ്യബോധം എന്ന് പറഞ്ഞാൽ പിന്നെ അപ്പോഴും ഡുവാലിറ്റി ഉണ്ടാവും. അപ്പം ആ ലക്ഷ്യബോധത്തിൻ്റെ സ്റ്റേജ് ഞാൻ കഴിഞ്ഞോ, അതോ എങ്കിൽ ആ ലക്ഷ്യബോധത്തിൽ ഇരിക്കുന്ന സ്റ്റേജ് ആണോ എന്നും എനിക്കറിയില്ല. അപ്പം അങ്ങനെ ആ സമയത്ത് ബെറ്റർ ഇസ് ഇറ്റ് നോട്ട് എ കംപ്ലീറ്റ് സറണ്ടർ ടു ദാറ്റ് അൾട്ടിമേറ്റ്. പക്ഷേ ആ സറണ്ടർ അവിടെ നിരീക്ഷകനുള്ള സമയത്താണെങ്കിൽ അവിടെ സറണ്ടറിൻ്റെയും പ്രസക്തി ഉണ്ടോ? അപ്പം ആ ഒരു ഏരിയ എനിക്കിപ്പോഴും എനിക്ക് പിടി കിട്ടുന്നില്ല. അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ കിട്ടുന്നില്ല. പിന്നെ അതാണ് ഗുരുജി ഈ പറയുന്ന ലെവല് കയറി പോയി കഴിയുമ്പോഴത്തേക്ക് പിന്നെ സംഭവം നമുക്ക് കയ്യിൽ നിൽക്കാത്തൊരവസ്ഥയിലേക്കാണ് ഗുരുജി കൊണ്ടുവന്നത്. അവസാനം ആ പറയുന്ന ഒരു ധാരണ എന്താണെന്നുള്ളത്, കാരണം ആ സത്തയിലേക്കുള്ള നിരീക്ഷകനും സത്തയുടെയും ഒരു അവസ്ഥയാണ്. അപ്പോൾ ഞാൻ സറണ്ടർ എന്ന് പറയുമ്പം ഞാൻ ആ പറയുന്ന വാക്കിന് ശരിക്കും ഒരു അറിഞ്ഞുകൊണ്ടാണോ ആ വാക്ക് ഞാൻ ഉപയോഗിക്കുന്നത്? അവിടെ എന്താണ് ഞാൻ ചെയ്യേണ്ടത്? ഞാൻ എവിടെ നിൽക്കുന്നു? ഇതൊക്കെ ഒരു ടോട്ടൽ ഒരു ആംബിഗ്വസ് ആയിട്ട് നിൽക്കുവാണ്. എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല. തേർഡ് സ്റ്റേജിൽ ഞാൻ യഥാർത്ഥത്തിൽ സ്റ്റക്കാണ്. ഹരി ഓം. ഹലോ, ഹരി ഓം. ഹരി ഓം. ഹരി ഓം. ഇവിടെ സംതൃപ്തിയെ പറ്റി ആണ് ഇന്ന് കൂടുതൽ വ്യക്തമാക്കി തരുന്നത്. എന്നുവെച്ചാല് സംതൃപ്തി എത്രത്തോളം ആഴത്തിലാണ് ഒരാളില് വരുന്നത്. സത്യത്തിൽ ആപേക്ഷികമാണെന്ന് തന്നെ പറയേണ്ടി വരും. എന്നുവെച്ചാല് ഒരാള് ഒരു വസ്തു തന്നെ, ഇപ്പം ഒരു ലഡു തന്നെ ഒരാൾക്ക് ആദ്യത്തെ ലഡു കൊടുത്തു, രണ്ടാമത്തെ ലഡു കൊടുത്തു, മൂന്നാമത്തെ ലഡു കൊടുത്തു, അങ്ങനെ അഞ്ചാമത്തെ ലഡു കഴിക്കുമ്പോഴത്തേന് അയാൾക്ക് അവസാനം ഛർദ്ദിക്കാൻ തോന്നുന്ന അവസ്ഥ വരും. അപ്പൊ നിരന്തരമായ സംതൃപ്തി ഒരിക്കലും മനസ്സ് നിലനിർത്തത്തില്ല എന്നുള്ളൊരു കാര്യമുണ്ട്. അതുകൊണ്ടാണ് മനസ്സ് എപ്പോഴും പുതുമകൾ തേടുന്നത്. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് പുതുമകൾ തേടുന്നതെന്ന് വെച്ചാല് എപ്പോഴും പാസ്റ്റിലും ഫ്യൂച്ചറിലും നിന്നുകൊണ്ട് പലതിനെയും മോഹങ്ങളും മോഹഭംഗങ്ങളെയും എല്ലാം ഉണർത്തിക്കൊണ്ട് വരാൻ ശ്രമിക്കും. അപ്പൊ തീർച്ചയായിട്ടും ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം അവനും ഇത് ഫേസ് ചെയ്യുന്നുണ്ട്. കാരണം അവന് ഒരു ലക്ഷ്യബോധത്തോടു കൂടി ഒരു സാധന അനുഷ്ഠിക്കുന്നു.
അല്ലെങ്കിൽ അവനൊരു ഗുരുവിനെ കിട്ടി. പക്ഷെ ആദ്യമൊക്കെ എന്ത് ചെയ്യും, ഈ മനസ്സ് അവനെ കളിപ്പിക്കാൻ തുടങ്ങും. മനസ്സ് തൻ്റെ ഗുരുവിൻ്റെ അടുക്ക് ചെല്ലുമ്പോൾ തൻ്റെ ആഗ്രഹങ്ങൾക്ക് മുൻനിർത്തിയുള്ള രീതിയിൽ സാധന ചെയ്യുന്ന രീതിയിലേക്ക് കടന്നു പോകും. അതെല്ലാവരിലും ഉണ്ടാവും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾക്ക് ആഗ്രഹം പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമാണ് മറ്റു പലതുമെന്ന് വിശ്വസിച്ചാണ് നമ്മൾ മുന്നോട്ട് നിൽക്കുന്നത്. ക്രമേണ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ജീവിതത്തെ അങ്ങനെയല്ല കാണേണ്ടതെന്ന് ഗുരുവിൻ്റെ ടീച്ചിങ്സിലൂടെയും സത്സംഗത്തിലൂടെയൊക്കെ നമ്മൾ മനസ്സിലാക്കി എടുക്കുമ്പോൾ നാം നിൽക്കുന്നത് എവിടെയെന്ന് അവൻ വിലയിരുത്തേണ്ടി വരും. അങ്ങനെ വിലയിരുത്തി തുടങ്ങുമ്പോൾ നീ നിന്റെ മനസ്സിനെ നിരീക്ഷിക്കണം, നിന്റെ ബുദ്ധിയെ ഷാർപ്പൻ ചെയ്യണം, നിന്റെ ചിത്തത്തെ ശുദ്ധീകരിക്കണം, അഹത്തെ കരിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയുള്ള നിരന്തരമായ പ്രചോദനങ്ങൾ നമ്മൾക്ക് കിട്ടുകയാണ്. അപ്പോൾ ഇതിനനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ മനസ്സ് പലപ്പോഴും എന്ത് ചെയ്യും, വീണ്ടും കളിപ്പിക്കുകയാണ്. നിന്നിലെ ഘടകങ്ങളുടെ വ്യത്യാസം മനസ്സിലാക്കുന്നു. ഓരോന്നും അഹം കുറയുന്നതായിട്ട് അവന് ഫീൽ ചെയ്യിപ്പിക്കുന്നു. അപ്പോഴാണ് മറ്റുള്ളവരുമായിട്ട് കമ്പാരിറ്റീവ് സ്റ്റഡിയൊക്കെ നടത്തുന്നത്. കണ്ടില്ലേ, ഞാൻ ഇതിനോട് പ്രതികരിച്ചത് ഇങ്ങനെയാണ്, അദ്ദേഹം പ്രതികരിച്ചത് എങ്ങനെയാണ്, വൈകാരികമായി. അപ്പൊ എനിക്ക് ആ വികാരത്തെ അടക്കാൻ സാധിച്ചു. ഇങ്ങനെയൊക്കെ ഉള്ള ചെറിയ ചെറിയ ടിപ്സിലൂടെയാണ് മനസ്സ് കയറി വരുന്നത്. അപ്പോൾ ഗുരുജി നമ്മളെ നോക്കിയിട്ട് കറക്റ്റ് ചെയ്യാൻ പറയും. പലതും നിന്റെ പോക്ക് ശരിയല്ല എന്ന് തന്നെ പറയും. അപ്പോൾ നമ്മൾ വിചാരിക്കും, ഞാൻ പോകുന്ന വഴി ശരിയാണ്, ഞാൻ സാധന നന്നായി ചെയ്യുന്നുണ്ട്. ഇങ്ങനെയൊക്കെ നമ്മളുടെ ഉള്ളിൽ ഒരു അന്ധമായ ഒരു വിശ്വാസവും ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ ഇതൊക്കെ ചെയ്തിട്ടും ഗുരു എന്നെ അറിയുന്നില്ല, മനസ്സിലാക്കുന്നില്ല എന്നായിരിക്കും ആദ്യം ചിന്തിക്കുന്നത്. അല്ലാതെ എന്നെ ഗുരു അറിയുന്നുണ്ടോന്ന്, അല്ലെ ഗുരുവിനെ ഞാൻ അറിയുന്നുണ്ടോന്നൊന്നും അല്ല നമ്മൾ തീരുമാനിക്കുന്നത്. എന്നെ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യും, അവിടെ ഈഗോയുടെ ഒരു വലിയൊരു അഗ്നിപർവ്വതം പുകഞ്ഞു തുടങ്ങും. കാരണം ഗുരു എനിക്കെതിരെയാണ് നിൽക്കുന്നത്. കാരണം ഞാൻ ഇത്രയൊക്കെ ചെയ്തില്ലേ, എന്നിട്ടും എന്നെ ഇങ്ങനെ വീണ്ടും വീണ്ടും എന്നോട് പറയുകയാണ്, ഇങ്ങനെ കുറച്ചുകൂടെ കേറാനുണ്ട്, വരാനുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. ഇതൊന്നും മനസ്സിലാക്കാനുള്ള ആ പ്രായോഗിക ബുദ്ധി അവന് അന്നേരം ഉണ്ടാവില്ല. എപ്പോഴാണ് അവന് തൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് അടികിട്ടി തുടങ്ങുമ്പോൾ മാത്രമാണ്, തൻ്റെ തെറ്റുകളെ പറ്റി ബോധവാനാകുമ്പോഴാണ് അവൻ യഥാർത്ഥത്തില് ശരിക്കും സറണ്ടർ ആവുന്നതെന്ന് ഞാൻ ചിന്തിച്ചു പോവുകയാണ്. കാരണം അവന് സംതൃപ്തിയും കാര്യങ്ങളും എല്ലാം അനുകൂലമായ സാഹചര്യങ്ങളിൽ നിലനിന്നുകൊണ്ട് പോവുകയാണെങ്കിൽ അവൻ എപ്പോഴാണ് സറണ്ടർ ആവാൻ അവന് സമയം കിട്ടുന്നത്? അവൻ ബാഹ്യമായി സറണ്ടർ ആയിക്കൊണ്ടിരിക്കും, പക്ഷെ ആന്തരികമായിട്ട് സറണ്ടർ ആയിട്ടുണ്ടോ? ഇല്ല. പക്ഷെ തൻ്റെ സംതൃപ്തിക്ക് വേണ്ടി, ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി ചെലവഴിച്ച സമയങ്ങളും നിമിഷങ്ങളെ അവന് നോക്കി കാണുമ്പോൾ തീർച്ചയായിട്ടും സംഭവിക്കുന്ന എന്താണ്, അവന് തിരിച്ചടികൾ നേരിടേണ്ടതായിട്ട് വരും. കാരണം എത്ര ലോൺ എടുത്തോ അത്രയും തന്നെ തിരിച്ചടച്ചേ പറ്റൂ എന്ന ആ ഒരു വ്യവസ്ഥയാണ് നമ്മുടെ ലൈഫിൽ ഉള്ളത്. അപ്പോൾ ചിന്തിക്കേണ്ടതുണ്ട്, നമ്മൾ എത്രത്തോളം എത്രത്തോളം ആ ഗുരുവിന്റെ കൃപാകടാക്ഷം ഉണ്ടെന്ന് ചിന്തിക്കണം. കാരണം അൺലിമിറ്റഡ് ആണ് അവിടെ. ആ സ്നേഹത്തെ വിസ്മരിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് ജീവിക്കുകയാണ്. അപ്പോൾ ഇവിടെ അങ്ങനെ ജീവിക്കുമ്പോൾ സംഭവിക്കുന്നത്, നമുക്ക് ഈ സ്പിരിച്വാലിറ്റി തന്നെ ഒരു വിഷമം പിടിച്ച സംഗതിയായി മാറും. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇതിന് വന്നതിന് ശേഷമാണ് ഇത്രയും വിഷമങ്ങളും ദുഃഖങ്ങളും ഒക്കെ അനുഭവിക്കാൻ തുടങ്ങി, ഇതിനു മുമ്പ് ഇത്രയൊന്നും ഇല്ലായിരുന്നു എന്ന് പറയുന്നവരുണ്ട്. അത് സത്യത്തില് യാഥാർത്ഥ്യ ബോധത്തിൽ ജീവിക്കാൻ തുടങ്ങിയപ്പോൾ നേർക്കുനേർ പല അനുഭവങ്ങളെയും ജീവിത സാഹചര്യം കണ്ടെത്തുന്നു എന്നുള്ളതാണ് നമുക്ക് പെട്ടെന്ന് വെളിവാക്കിയിട്ടത്. പലതും ബോധപൂർവമോ അബോധപൂർവമോ അല്ലെങ്കിൽ ബോധമില്ലായ്മയോ ഒക്കെയാണ് ഓരോരുത്തരും ഫേസ് ചെയ്ത് മുന്നോട്ട് പോകുന്നത്. ഒരു സാധകനെ സംബന്ധിച്ച് കുറച്ചുകൂടെ അവൻ പക്വമതിയായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ ഗുരു സാമീപ്യം കൊണ്ട് സാധിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ ഗുരുവിന്റെ ടീച്ചിങ്സ് കൊണ്ട് സാധിക്കുന്നുണ്ട്. അവൻ അതിനെ എത്രത്തോളം അവന് ആന്തരികമായി നിരീക്ഷണം നടത്തുന്നു അതിനെ ആശ്രയിച്ചിരിക്കും. ഇപ്പം നിന്നെ പോലെ ഞാനായാലും എന്നെ പോലെ ആരാകും എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ മനനം ചെയ്ത് നോക്കണം. അതിലെന്താണ്, നീ ഒരു ആളുടെയും കാർബൺ കോപ്പി ആകരുത് എന്നുള്ളതാണ് ഗുരുജി അത് പറഞ്ഞേക്കുന്നത് എന്നുള്ളത്
അപ്പോൾ എന്ത് ചെയ്യണം? ആ ചിന്ത നമ്മുടെ ഉള്ളിൽ രൂഢമൂലമായി നമ്മൾ നിലനിൽക്കണം. കാരണം ഞാൻ കാർബൺ കോപ്പി ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? എന്റെ വിചാരങ്ങളും ചിന്തകളും എല്ലാം മറ്റൊരാളുടെ കടമെടുക്കുന്ന പോലെ ആയിത്തീരും. അപ്പൊ ഇങ്ങനെ ജീവിച്ച് മരിക്കണോ എന്നുള്ളത് ആ ചോയ്സ് നമ്മളുടേതാണ്. ഇവിടെ ആ ഗുരുവിന്റെ പാത പിന്തുടർന്ന് മുന്നോട്ട് പോകുമ്പോൾ സംഭവിക്കുന്ന എന്താണ്? നമ്മളിൽ അറിയാതെ തന്നെ നിരീക്ഷണ ബുദ്ധി അല്ലെങ്കിൽ അന്വേഷണ ത്വര ഇതൊക്കെ കടന്നു വരും. അത് ഗുരുജി ചെയ്യുന്ന നമുക്ക് ചെയ്യുന്ന ഏറ്റവും വലിയൊരു കൃപാകടാക്ഷം തന്നെയാണ്. ഇതിനെ നമ്മൾ വേണ്ടുവോളം അറിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ആണ് നമുക്ക് ആ നിരീക്ഷണം. ഇപ്പം മനസ്സ് പലപ്പോഴും നിരീക്ഷകനെ തടയപ്പെടുന്നുണ്ട് എന്ന് പറയും. പക്ഷെ മനസ്സാണോ തടയപ്പെടുന്നത്? അല്ല, നമ്മുടെ അഹംബുദ്ധിയാണ് അതിന് പ്രവൃത്തി. ഇപ്പോൾ എന്റെ മനസ്സിൽ ഞാനിങ്ങനെ ഈ നിരീക്ഷകനെ പറ്റി ചിന്തിച്ച് വരുമ്പോൾ ഗുരുബോധ ബന്ധുക്കളാണോ ഈ നിരീക്ഷകൻ എന്ന് ചിന്തിച്ചു പോവുകയാണ് ശരിക്കും. സത്യത്തില് നമ്മുടെ ഉള്ളിൽ വിളങ്ങുന്ന ആ ആന്തരിക ഗുരു തന്നെയാണോ നിരീക്ഷകൻ ആയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് ഞാൻ ചിന്തിച്ചു പോവുകയാണ്. ഇനിയും നാളെ എന്താണ് വരുന്നതെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഓരോന്നും തുടർച്ചയാണ്. നമ്മുടെ ലൈഫിൽ വരുന്ന ഓരോ കാര്യങ്ങളെ പറ്റിയും അസംതൃപ്തി ഇത്രയും വലിയൊരു സബ്ജക്റ്റായി മാറുമെന്ന് വിചാരിച്ചില്ല. അപ്പൊ ഓരോന്നും അങ്ങനെയാണ്. അപ്പൊ നമ്മൾ കാണപ്പെടുന്നതും കണ്ടതും ഇനി കേൾക്കാനുള്ളതും കാണാനുള്ളതും ഒക്കെ നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പൊ ഒരു സാധകൻ നിശ്ചേഷ്ടനായി ഇതിനെല്ലാം കണ്ടറിഞ്ഞ് മനസ്സിലാക്കി വേണ്ട മാറ്റങ്ങൾ വരുത്തി പരിവർത്തനത്തിന് വിധേയമായിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. കാരണം ഗുരു ചെയ്യുന്ന ആ ഉത്കൃഷ്ടമായ കർമ്മത്തിന് നമുക്ക് ഭാഗവക്കാകാൻ സാധിക്കാമാറാകുന്ന രീതിയിൽ നമ്മ ആന്തരിക പ്രവർത്തനങ്ങളെ മാറ്റാൻ ശ്രമിക്കാം. ഹരി ഓം. ഓം ശ്രീ ഗുരുഭ്യോ നമ. ശ്രീ ഗുരുഭ്യോ നമ. ഇപ്പം ഞാന് കാരണം തുടക്കത്തില് നല്ല അഹത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം എനിക്ക് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാല് ഈ അഹം എപ്പോഴാണ് അത് വന്നുകൊണ്ടേയിരിക്കണേന്ന് പറയാൻ പറ്റൂല. പലപ്പോഴും ഞാൻ കാരണം ഗുരുജി എപ്പോഴും കാരണം ഇങ്ങോട്ട് കോൾ വിളിച്ചോണ്ടിരിക്കും. അപ്പൊ ആ നന്ദി പോലും എനിക്കില്ല. കാരണം എപ്പോഴും രാവിലെയും വൈകുന്നേരം ഒക്കെ കോൾ ഇങ്ങോട്ട് വിളിക്കാൻ തന്നെ ഞാൻ പലപ്പോഴും അശ്രദ്ധമായിട്ട് ഒരു പ്രത്യേക അഹം ഭാവനയിൽ നിൽക്കുന്ന സമയത്തായിരിക്കും ഗുരുജി വിളിക്കുന്നത്. ആ കോള് പോലും അപ്പൊ ഗുരുജി വിളിക്കുമ്പോ പിന്നെ ആ സമയം അത്രയും അത് മാറി വീണ്ടും ഈ ഒരു വിഷയത്തിലേക്ക് ശ്രദ്ധ വരും. അത് കഴിഞ്ഞ് പിന്നെ ഇടയ്ക്ക് അല്ലാത്ത സമയത്ത് വീണ്ടും ഇത്തരത്തില് മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അപ്പോഴേ ആ ഗുരു എടുക്കുന്ന എഫേർട്ടാണ്. ഇൻഡിവിജ്വൽ പ്രോഗ്രസ് എന്ന് എപ്പം ഫോക്കസ് ചെയ്യുന്നോ അപ്പോഴ് ഗുരുജി ആ ഒഴുകലിന്റെ കഥയാണ് പറഞ്ഞു തരുന്നത്. കാരണം വ്യക്തിഗതമാക്കരുത് എന്ന ആ ഒരു പോയിന്റിലേക്ക് ഒരു സാധകന്റെ വഴി എപ്പോഴും ഇൻഡിവിജ്വൽ പ്രോഗ്രസ് അല്ലെങ്കിൽ എന്റെ ഇത് അങ്ങനെ. കാരണം പലപ്പോഴും എന്റെ മൊത്തം അഹവും പെയ്ത് തീരാൻ വേണ്ടി ഗുരുജി അനുഭവിച്ചത് സംസാരിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ എപ്പോഴും സംസാരിച്ച് ഞാൻ പോലും അറിയാതെ നമ്മുടെ അകത്ത് കിടക്കുന്ന പല സാധനങ്ങളും നമ്മൾ ഗുരുജിക്ക് കൈമാറും. എല്ലാം കൈമാറും. അതിനുശേഷമാണ് കോള് വയ്ക്കുന്നത്. കോള് വയ്ക്കുന്ന സമയത്താണ് കുറച്ച് കഴിയുമ്പോ വരുന്നത് അയ്യോ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞു പോയത്. കാരണം ആ തുടക്കത്തിൽ ഒറ്റ പ്രാർത്ഥനയുള്ളൂ. കാരണം ഈ ഒരു എന്താ പറയുക എനിക്കറിയില്ല. കാരണം ഗുരു ഞാൻ ആർക്കും അറിഞ്ഞൂടാത്തൊരു ഭാഷ എന്റെ അകത്ത് ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ആർക്കും അറിഞ്ഞൂടാ. ഞാൻ എന്റെ അടുത്ത് സംസാരിക്കുന്ന ആ ഭാഷ ഗുരുജി സംസാരിക്കുന്നതും ഗുരുജി ഇടുന്ന എല്ലാ വൃത്തത്തിലെ ശൂന്യതയും ആ ഭാഷയാണ്. ഒരെണ്ണം കേട്ട് ഞാനൊരു ഭാവന നെയ്ത് ഞാൻ ഇവിടം വരെ എത്തി നിൽക്കും ഇങ്ങനെയാണ് എന്നിങ്ങനെയൊക്കെ ഭാവന ചെയ്ത് നിൽക്കുമ്പോൾ അടുത്ത വൃത്തത്തിലെ ശൂന്യത അതിനെ പൊളിക്കുന്നു, അതിനെ അഴിക്കുന്നു അടുത്ത തലത്തിലേക്ക്. കാരണം അകത്ത് നല്ല കിടുങ്ങല് കിട്ടും പല സമയത്തും കൃത്യമായിട്ട്. കാരണം ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. പക്ഷേ ഗുരുജിയുടെ പല വൃത്തത്തിലെ ശൂന്യതയും നമ്മുടെ ഈ ഗ്രൂപ്പില് ചർച്ച ചെയ്ത് കഴിയുമ്പോൾ അകത്ത് കിടുങ്ങൽ അനുഭവപ്പെടുന്നുണ്ട്. കാരണം ഞാൻ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന പല ഭാവനകളും പൊളിയാണ്. ഒന്നുമില്ല, കംപ്ലീറ്റ് നമുക്കൊന്നും. കാരണം ഇപ്പം ആ മനസ്സിന്റെ തലത്തിലാണ് നിൽക്കുന്നത്.
ആ ഗുരു കൂടെ കൊണ്ട് അമ്മ കുഞ്ഞിനെ പോലെ കെയർ ചെയ്ത് കൊണ്ടുപോവുകയാണ് ആ വഴിക്ക്. ഒപ്പം എല്ലാ സാധകരും ഉണ്ട് കൂടെ. അപ്പൊ നമ്മളെ കൊണ്ടുപോകുന്നു, അതേ വഴിക്ക് പോവുകയാണ്. പിന്നെ ഈ സബ്ജക്റ്റുമായിട്ട് ഞാൻ പറഞ്ഞത് എത്ര ആപ്റ്റായെന്ന് എനിക്കറിയില്ല. ഹരിയോ ഓം ഗുരുഭ്യോ നമ. ഹരി ഓം. ഹരി ഓം.